വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം നിഴൽ വീരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. സഹോദരങ്ങളെ, നിത്യമായ സത്യങ്ങളിൽ നിന്നും രണ്ട് വിധത്തിലാണ് പിശാച് മനുഷ്യരെ തടഞ്ഞു പിടിക്കുന്നത്. നിത്യസത്യത്തെ രണ്ട് വിധം പിശാച് തടഞ്ഞു പിടിക്കുന്നു. ഒന്നാമത്തെ വിധം രക്ഷയുടെ ഉറവിടമായ ക്രിസ്തു ആരാണെന്ന് മറച്ചു പിടിക്കുന്നു. രണ്ടാമത്തെ വിധം അറിഞ്ഞ ക്രിസ്തുവിനെ സ്നേഹിക്കാനോ അവന് വേണ്ടി ജീവിക്കാനോ ഒരു മനുഷ്യനെ അനുവദിക്കാതെ തടഞ്ഞു പിടിക്കുന്നു. ഈ രണ്ട് വിധത്തിലാണ് തിന്മയുടെ ശക്തികൾ നിത്യസത്യമായ യേശു ക്രിസ്തുവിനെ മറച്ചു പിടിക്കുന്നത്. ഒരുപാട് പേര് യേശുവിനെ അറിയാത്തവരുണ്ട്. ലോകത്തിലെ അറിഞ്ഞ മനുഷ്യരെക്കാൾ അറിയാത്ത മനുഷ്യരുടെ എണ്ണമാണ് കൂടുതൽ. പക്ഷെ ഇതിനേക്കാൾ അപ്പുറമുള്ളത്, അറിഞ്ഞ മനുഷ്യർക്ക് അവനെ സ്നേഹിക്കാനോ അവനെ ചേർത്ത് പിടിക്കാനോ കഴിയാത്ത വിധത്തിലുള്ളൊരു അന്ധത മനുഷ്യരിലുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ക്രിസ്ത്യാനികളെ പല വിധത്തിൽ തിരിക്കുമ്പോൾ അദ്ദേഹം തിരിക്കുന്ന ഒരു തിരിവ് ഇങ്ങനെയാണ്: കുറേ ക്രിസ്ത്യാനികൾ സാറ്റലൈറ്റ് ക്രിസ്ത്യൻസ് എന്നാണ് അവരെ പറയുന്നത്. സാറ്റലൈറ്റ് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാറ്റലൈറ്റിനെ നമുക്ക് തൊടാൻ പറ്റില്ല, നമ്മളിന്ന് ഒരുപാട് അകലെയാണ്. പക്ഷേ അതെല്ലാത്തിനെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ കുറേ വിശ്വാസികൾക്ക് ക്രിസ്തു ആരാണ് എന്താണെന്ന് ഏകദേശ പിടിയൊക്കെ ഉണ്ട്. പക്ഷേ അവരൊരു പ്രത്യേകമായ അകലം സൂക്ഷിച്ചാണ് കഴിയുന്നത്. ഇതാണ് തിന്മ വിശ്വാസികൾക്കെതിരെ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ എന്ന് പറയുന്നത്. നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ വിശ്വസിച്ച, നമ്മൾ ഏറ്റുപറഞ്ഞ യേശുവിനെ കൂടുതൽ സ്നേഹിക്കാനും അവൻ ആരാണ് എന്ന് തിരിച്ചറിയാനും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നു. സഹോദരങ്ങളെ, വിശ്വാസിയുടെ ജീവിതത്തിൽ അവരെ പിടിച്ചു നിർത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒന്നാമത്തെ ഘടകം നിത്യജീവനെക്കുറിച്ചുള്ള അവൻ്റെ ബോധ്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള അറിവ്. വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ പ്രത്യേകിച്ച് വിശ്വസിക്കാൻ ഒന്നുമില്ല. യേശു ജനിച്ചു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. യേശു ജീവിച്ചു എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. യേശു കുരിശിൽ മരിച്ചു എന്നുള്ളത് പന്തിയോസ് പിലാത്തോസിനോട് ചോദിച്ചാൽ മതി. ഇങ്ങനെയുള്ള വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്ന ആദ്യ ബഹുഭാഗങ്ങളും നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ വിശ്വാസ പ്രമാണത്തിൻ്റെ രണ്ടാമതൊരു പങ്കുണ്ട്, രണ്ടാമതൊരു ഭാഗമുണ്ട്. അത് നിത്യജീവനെക്കുറിച്ചുള്ള അറിവും ശരീരത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ചുള്ള ബോധ്യവും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ്. ആദിമകാലത്തെ ക്രിസ്ത്യാനികൾക്ക് ചുറുചുറുക്കോടെ
വിപരീതമായ കാലഘട്ടങ്ങളിലും യേശുവിന് വേണ്ടി ജീവിക്കാൻ സാധ്യമായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായിരുന്നു. ഈ സമയം നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ചുള്ള ധാരണ ഒരുപാട് വിശ്വാസികളുടെ മനസ്സിൽ നിന്നും ബോധതലങ്ങളിൽ നിന്നും പിശാച് മറച്ചു പിടിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്, പിശാച് ഉയർത്തുന്ന, സഭയ്ക്കെതിരെ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്ന് സ്വർഗമോ നരകമോ ഇല്ല എന്നുള്ള ചിന്ത ഒരുപാട് പണ്ഡിതന്മാരുടെ മനസ്സിലും ഒരുപാട് വിശ്വാസ സമൂഹത്തിൻ്റെ മനസ്സിലും വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, സ്വർഗവും നരകവും ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം, ഇതാ ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോയി നിങ്ങൾക്ക് ഞാനൊരു ഭവനം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. സഹോദര, ആദ്യ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ ജീവിതത്തിൽ എന്നും എവിടെയും ഈ ചിന്തയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 2 കൊറിന്ത്യൻസിൻ്റെ 5-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം, ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും സ്വർഗീയവുമായൊരു ദൈവിക ഭവനം ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നിട്ട് പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ഈ ഭൗമിക ഭവനം വിട്ട് ഈ സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരുവാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. സഹോദരങ്ങളെ, എല്ലാ മനുഷ്യനും മരണമുണ്ട്. മരണം എന്തിൻ്റെ ഫലമാണ്? ബൈബിൾ പഠിപ്പിക്കും, മരണം പാപത്തിൻ്റെ ശിക്ഷയാണ്. മരണം ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപത്തിൻ്റെ ഫലമായിട്ടാണ്. എന്നാൽ യേശു അവൻ്റെ വരവോടുകൂടി അവൻ മരണത്തിന് വിധേയപ്പെടുത്തി, അവൻ മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്തതുകൊണ്ട് യേശുവിന് ശേഷം മരണം എന്നു പറയുന്നത് സത്യത്തിൽ പാപത്തിൻ്റെ വേദനമല്ല, മറിച്ച് നിത്യരക്ഷയുടെ കവാടമാണ്. ഇതേക്കുറിച്ചുള്ള തിരിച്ചറിവ് ആദിമകാലത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നു. ഇതുകൊണ്ട് വേദനകൾ എന്തു വരുമ്പോഴും അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ സുവിശേഷ ശുശ്രൂഷകളിൽ പോലും നമ്മൾ മിക്കവാറും ശ്രദ്ധ വയ്ക്കുന്നത് ഭൗതികമായ കാര്യങ്ങളാണ്. നമ്മുടെ കാലത്ത് മാത്രമല്ല, പൗലോസിൻ്റെ കാലത്തും ആദിമ ക്രിസ്ത്യാനികളുടെ കാലത്തും കുറേ സഭകളൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, സമൂഹങ്ങളെല്ലാം അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസിൻ്റെ 15-19 പൗലോസ് കൊറിന്തോസിലെ സഭയോട് പറയുന്നത്, കൊറിന്തോസിലെ സഭ വരദാനങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു, ഭൗതികമായ ഒരുപാട് ഗുണഗണങ്ങൾ അവർക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും വിജാതീയരായ ഒരുപാട് മനുഷ്യർ യേശുവിലേക്ക് വന്നു, അവർക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സമ്പന്നമാക്കി. പക്ഷേ അവർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടായില്ല. അതുകൊണ്ട് പൗലോസ് 1 കൊറിന്ത്യൻസിൻ്റെ 15-19 എഴുതി, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. For this life only you have hoped in Christ. You are the most pitiable people on this earth എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് രോഗം നമുക്ക് മാറിയാലും നമുക്ക് വീണ്ടും രോഗം വരും. ഏത് പ്രശ്നം തീർന്നാലും അടുത്തൊരു പ്രശ്നം നമ്മളെ അലട്ടും. കുഞ്ഞ് ജനിച്ചാൽ പ്രശ്നം, കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ പ്രശ്നം. ജനിച്ചാൽ അതിനെ കെട്ടിക്കണം, ജനിച്ചില്ലെങ്കിൽ ജനിക്കാനുള്ള പ്രാർത്ഥന. ഭൂമിയിലെ പ്രശ്നം തീർന്നിട്ടൊരു സമയം നമുക്കുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. ഇതറിയാവുന്നതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ ആലോചനകളൊക്കെയും സ്തുതിഗീതങ്ങളൊക്കെയും ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാകരുത്. പലപ്പോഴും നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് മനുഷ്യർ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് വേണ്ടി തന്നെയാണ് പോകുന്നത്. നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ പോകാൻ സഹോദരങ്ങളെ, നമ്മുടെ അപ്പന്മാർ നമ്മളുമായിട്ടുള്ള ബന്ധം ഈശോയുമായുള്ള ബന്ധവുമായി ചേർത്ത് വെച്ച് നോക്കുക. എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും ചെല്ലുന്നത് എന്തെങ്കിലും പിതാവിൽ നിന്ന് ടാപ്പ് ചെയ്യാനാണെങ്കിൽ എൻ്റെ അപ്പനും ഞാനും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് എപ്പോഴും ചെല്ലുന്നത് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഞാനും എൻ്റെ അമ്മയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും?
ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ മറ്റെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. ഇത് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ളതായിരിക്കണം. ഫിലിപ്പിയർ 3:20 നമ്മൾ വായിക്കും, നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാറ്റഗിസത്തിൻ്റെ ഡയറക്ടറും ഇപ്പോൾ സീറോ മലബാർ സഭയുടെ സ്പോക്സ് പേഴ്സണുമായ ജിമ്മി പൂച്ചക്കാട്ടച്ചൻ സൺഡേ ഷാലോമിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ലേഖനം അമ്മളി പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പറ്റിപ്പോയ അബദ്ധം ഇതാണ്: 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ എക്സാമിൻ്റെ അവസാനത്തെ ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു. ചോദ്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? കുട്ടികൾക്ക് എന്ത് ആൻസർ വേണമെങ്കിലും എഴുതാം. പേപ്പർ വാല്യുവേറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് 80% കുട്ടികൾ എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് എഞ്ചിനീയർ ആകണം, ഞങ്ങൾക്ക് ഡോക്ടർ ആകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചിലർക്കാണെങ്കിൽ അച്ഛനാകണം, ഞങ്ങൾക്ക് ഇന്നതാകണം, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഇതിനു വേണ്ടി ഞങ്ങൾ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു നീണ്ട ലിസ്റ്റാണ് എഴുതിയത്. പേപ്പർ ഇവാലുവേറ്റ് ചെയ്ത് പ്രതീക്ഷിച്ചതാകട്ടെ അവർ സ്വർഗത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും ചിന്തിക്കുമെന്നാണ്. അപ്പോൾ പിള്ളേർ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ്? കൺവെൻഷൻ പന്തലിലേക്ക് മോനെ നീ വന്നാൽ നിനക്ക് മാർക്ക് കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാണ് അമ്മ കൊണ്ടുപോകുന്നത്. മോനെ നീ അവിടേക്ക് പോയി ആ അച്ഛൻ്റെ കയ്യിൽ നിന്ന് തലയിൽ കൈവച്ച് മേടിച്ചു കഴിഞ്ഞാൽ നിനക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊച്ചിനെ കൊണ്ടുപോകുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അടുത്ത സ്റ്റേജിലേക്ക് കുഞ്ഞ് മാറാത്തത് കൊണ്ട് ഒരു പരീക്ഷ വന്ന നേരത്ത് കുഞ്ഞെഴുതുന്ന ആൻസർ ഇതാണ്: ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒരു മെഡിക്കൽ ഡോക്ടർ ആവുക എന്നുള്ളതാണ്, ഒരു എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ്. എന്നിട്ട് കാറ്റഗിസത്തിൻ്റെ ഡയറക്ടറും സീറോ മലബാർ സഭയുടെ സ്പോക്സ് പേഴ്സണുമായ ജിമ്മി പൂച്ചക്കാട്ടച്ചൻ പറഞ്ഞു, സത്യത്തിൽ ഞങ്ങൾ കാറ്റഗിസം ടീച്ചേഴ്സ് മൂക്കിൽ കൈവച്ച് ഇരിക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇത്രയും വർഷം വരെ പഠിപ്പിച്ചിട്ടും എന്തേ സ്വർഗത്തെക്കുറിച്ചൊന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, എന്തേ ആ വിധത്തിലേക്കുള്ളൊരു ചിന്ത പോലും പിള്ളേർക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല. സഹോദരങ്ങളെ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നമുക്ക് മിഷണറി ആകാൻ പറ്റില്ല, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല, കഷ്ടനഷ്ടങ്ങൾ സഹിക്കാൻ പറ്റില്ല. നമുക്ക് മുമ്പേ പോയ വിപരീതമായ സാഹചര്യങ്ങളെ അതിലംഘിച്ചുകൊണ്ട് യേശുവിന് വേണ്ടി നിലകൊണ്ട ദൈവമക്കളെ പോലെ അവരിൽ എണ്ണപ്പെടുവാനും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവേ സ്വർഗത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും മനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും സ്വർഗീയവുമായ ഒരു ദൈവിക ഭവനം ഞങ്ങൾക്കുണ്ട്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് അപ്പസ്തോലൻ നമ്മളെപ്പോലുള്ള ഒരാളാണ്. കുറച്ച് വിദ്യാഭ്യാസം കൂടുതലുണ്ട് എന്ന് വ്യത്യാസമേ ഉള്ളൂ, കുറച്ച് തീക്ഷ്ണത കൂടുതലുണ്ടെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. യേശുവിനെ നമ്മളെപ്പോലെ നേരിട്ട് പൗലോസ് കണ്ടിട്ടില്ല. യേശുവിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, യേശുവിനെക്കുറിച്ച് ആത്മീയമായിട്ട് അനുഭവിച്ചിട്ടേ ഉള്ളൂ. പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല. പക്ഷേ പൗലോസ് അവൻ്റെ കാലത്ത് തന്നെ നിത്യരക്ഷയ്ക്ക് വേണ്ടി അവനെ ഒരുക്കി. പൗലോസിനെ കുറിച്ച് പറയുന്നത്, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്, അവൻ്റെ കാലത്ത് തന്നെ യേശു രണ്ടാമത് പോലും വരുമെന്നുള്ള ചിന്ത പോലും പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ലേഖനങ്ങളിൽ ഉടനീളം അവൻ എഴുതുമ്പോൾ എഴുതുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഒരുങ്ങണം, ജാഗ്രതയോടെ ഇരിക്കണം, സമ്മാനത്തിന് വേണ്ടി ഓടണം, ഇത് പറഞ്ഞ് ജനത്തെ മുഴുവൻ വിവിധങ്ങളായ റോമായിലെ സഭയെ, കോരിന്തോസിലെ സഭയെ, തെസലോനിക്കായിലെ സഭയെ, എല്ലാ സഭകളെയും ഒരുക്കിക്കൊണ്ടിരുന്നു. ഇതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 17-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസിനെ കണ്ട് ഒരു ജനസമൂഹം പറയുന്നു, ഇതാ ലോകത്തെ കീഴ്മേൽ മറിച്ച പൗലോസ് നമ്മുടെ ദേശത്തും എത്തിയിരിക്കുന്നുവെന്ന്. കാരണം ലോകത്തെ കീഴ്മേൽ മറിക്കാൻ തക്ക വിധത്തിൽ അവൻ സ്വർഗത്തിൻ്റെ മകനായി സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നു. സഹോദരങ്ങളെ, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് അറിയുമ്പോൾ ഏതൊരു വിപരീതമായ സാഹചര്യത്തെയും മറികടക്കാൻ നമുക്ക് പറ്റും. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരു പ്രധാനപ്പെട്ട സയൻസിലെ തത്വമാണ്. ഈ തിയറി കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ തൻ്റെ പ്രബന്ധം അവതരിപ്പിച്ചിട്ട് ട്രെയിനിൽ പോവുകയാണ്. ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റിൽ വന്ന് ചെക്കിങ്ങിന് വന്നു.
ടിക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞു, ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞു. ടിക്കറ്റ് ഇങ്ങനെ ഐൻസ്റ്റീൻ ഇരുന്ന് നോക്കുകയാണ്. നോക്കുന്ന നേരത്ത് തൻ്റെ ബാഗിലൊന്നും ടിക്കറ്റ് കാണാനില്ല. പല പ്രാവശ്യം തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട്, കാണുന്നില്ല. ഉടനെ തന്നെ ചെക്കർ പറഞ്ഞു, ഓ ഐൻസ്റ്റീൻ അല്ലേ, ഡോക്ടർ ഐൻസ്റ്റീൻ അല്ലേ, താങ്കൾ എനിക്കറിയാം, താങ്കൾ വളരെ പോപ്പുലറാണ്. ഈ അടുത്തയിടെ തിയറി കണ്ടുപിടിച്ചതുകൊണ്ട് പത്രമാസികൾ മുഴുവൻ അങ്ങയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങ് എനിക്കറിയാം, അങ്ങ് ഒരിക്കലും ടിക്കറ്റ് എടുക്കാതെ വണ്ടി കയറില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല, സ്വസ്ഥമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ പോയി TTR ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന നേരത്തും ആൽബർട്ട് ഐൻസ്റ്റീൻ ബാഗിൽ ഇങ്ങനെ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്ത് പറഞ്ഞു, സാറേ സാറിനോട് ഞാൻ പറഞ്ഞല്ലോ, സാർ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ഡോക്ടർ ഐൻസ്റ്റീൻ അല്ലേ, വളരെ പോപ്പുലർ അല്ലേ, അങ്ങ് ടിക്കറ്റ് നോക്കണ്ട, അങ്ങ് തീർച്ചയായും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ആ ടിക്കറ്റിന് ചക്കര നോക്കിക്കൊണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഞാൻ ആരാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കറിയാൻ പാടില്ലാത്തത് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എവിടേക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അറിഞ്ഞുകൂടാ. കാരണം എല്ലാ ദിവസവും പോയി പ്രബന്ധം അവതരിപ്പിക്കുന്ന ആളാണ്. അതുകൊണ്ട് അതറിയണം, അതിനു വേണ്ടിയിട്ടാണ് ടിക്കറ്റ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഐൻസ്റ്റീൻ മരിക്കുന്ന നേരത്ത് പ്രധാനപ്പെട്ട പത്രമാസികളെല്ലാം രേഖപ്പെടുത്തി ഇങ്ങനെയാണ്, അവൻ എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്ന് അവൻ അറിയില്ല എന്നുള്ള അവൻ്റെ കുമ്പസാരം അവനെ ആത്മീയമായ ജീവിതത്തിലേക്ക് വഴി നടത്തിയെന്ന്. നമ്മൾ എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഈ അറിവുണ്ടായാൽ ഒന്നാമത് നമ്മളിൽ സംഭവിക്കുന്ന പ്രത്യേകത, കഷ്ടതകളെ സഹിക്കാനുള്ള ശക്തി നമുക്കുണ്ടാകും. ഏതൊരു കഷ്ടതയെയും നേരിടുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകും. എന്തിനു വേണ്ടി നമ്മൾ സഹിക്കണം എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കണം എന്ന് നമുക്കറിയാൻ പറ്റും. എന്തിനു വേണ്ടി നമ്മൾ സഹിക്കണം എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ എങ്ങനെ സഹിക്കണമെന്ന് നമ്മൾ അഭ്യസിക്കും. ഉദാഹരണത്തിന്, നാളെ പരീക്ഷയ്ക്ക് നല്ല റിസൾട്ട് അറിയണം, ഉണ്ടാകണമെന്ന് നിർബന്ധമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ രാത്രി പകലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ചുറ്റുപാടുള്ള ആളുകൾ മുഴുവൻ ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയാണ് ഈ വെളുപ്പിന് 2 മണി നേരത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതും പഠിക്കുന്നതും? അവൾ പറഞ്ഞു, രാവും പകലും തമ്മിൽ എനിക്കൊരു വ്യത്യാസമില്ല. എങ്ങനെ, എന്താണ് ലക്ഷ്യമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സഹിക്കണം എന്ന് നമുക്കറിയാൻ കഴിയും. ആദിമകാലത്തിലെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ കഷ്ടതകളെ നേരിടുവാൻ കഴിഞ്ഞതിൻ്റെ കാരണം അവർ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലന്റെ 2 കൊറിന്ത്യൻസിൻ്റെ 11-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. 23 മുതലുള്ള വാക്യങ്ങൾ. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു. പൗലോസ് പറയുകയാണ്, വളരെ കൂടുതൽ ഞാൻ കാരാഗ്രഹവാസം അനുഭവിച്ചു. എണ്ണമറ്റ വിധം ഞാൻ പ്രഹരമേറ്റു. പല തവണ ഞാൻ മരണവക്ത്രത്തിൽ അകപ്പെട്ടു. 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം ഞാൻ കൊണ്ടു. 3 പ്രാവശ്യം ഞാൻ വടികൊണ്ട് അടിക്കപ്പെട്ടു. ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. 3 പ്രാവശ്യം കപ്പലിൽ അപകടത്തിൽ ഞാൻ പെട്ടു. ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഞാൻ ഒഴുകി നടന്നു. തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദിയിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിയിൽ നിന്നും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. നഗരത്തിൽ വെച്ചും വിജന പ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും എനിക്ക് അപകടങ്ങൾ ഉണ്ടായി. അപകടങ്ങളിൽ ഞാൻ അകപ്പെട്ടു. വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധിയിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. സഹോദരങ്ങളെ, ഈ പൗലോസ് എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര കണ്ട് വിപരീതമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയത്? എങ്ങനെ ഇവനത് അനുഭവിക്കാൻ കഴിഞ്ഞു? ഞാൻ പറഞ്ഞു, 32-ാമത്തെ വയസ്സിൽ കർത്താവിനെ കണ്ടെത്തിയവനാണ് ഈ പൗലോസ്. ഏറ്റവും വലിയൊരു പരീശനാണ് അവൻ. അന്നറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയനായ പരീശനായ ഗമാലിയേലിൻ്റെ കീഴിലിരുന്ന് ട്രെയിനിങ് സ്വീകരിച്ച ആളാണ് പൗലോസ് അപ്പോസ്തലൻ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇതാ ഞാൻ ഏറ്റവും വലിയ പരീശനായിരുന്നു. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ.
ഹെബ്രായൻ നിലച്ച ഹെബ്രായൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, എങ്കിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സകലതും ഞാൻ ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളയുന്നു. സഹോദരങ്ങളെ, പൗലോസ് അപ്പസ്തോലന് സഹിക്കാനും വേദനിക്കാനും അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അവന് സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരുന്നു. സ്വർഗത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ഏതൊരു പരാജയത്തിൻ്റെ ഘട്ടത്തിലും എനിക്കും നിങ്ങൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയും. ഏതൊരു തകർച്ചയുടെ വക്കിലും നമുക്ക് ആ സ്വർഗത്തിന് വേണ്ടി ജീവിതം കൊണ്ടുപോകാനായിട്ട് കഴിയും. ഒരു മനുഷ്യൻ, അയാൾ ഗൾഫിൽ പോയി നാട്ടിലേക്ക് വരികയാണ്. ഒരു തോട് കടന്ന്, ഒരു നദി കടന്നിട്ട് വേണം അദ്ദേഹത്തിന് യഥാസ്ഥാനത്ത് ചെല്ലുവാനായിട്ട്. പോകുന്ന വഴിയിൽ കാര്യമായ ഒരു പാണ്ഡം അദ്ദേഹത്തിൻ്റെ പുറത്ത് തൂക്കിയിട്ടുണ്ട്. വഞ്ചിയിൽ പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് വഞ്ചി മറഞ്ഞു. വഞ്ചി മറയാൻ തുടങ്ങുന്ന നേരത്ത് വഞ്ചിക്കാരൻ അയാളോട് ചോദിക്കുന്നുണ്ട്, ഇയാൾക്ക് നീന്തൽ അറിയാവോ? അയാൾ പറഞ്ഞു, എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ. എന്നാൽ ഇയാളുടെ കാര്യം പോക്കാണ്. അയാൾ വഞ്ചിയിൽ വീണു. വഞ്ചി തുഴയുന്ന ആളും വീണു, വഞ്ചിക്കാരനും വീണു. വഞ്ചി തുഴയുന്ന ആൾ കഷ്ടിച്ച് അവിടെ ചെന്ന് കരയിൽ രക്ഷപ്പെട്ട് നിൽക്കുന്നു. ഈ കരയിൽ ചെന്ന് ഈ വഞ്ചി തുഴയുന്ന ആൾ ചെന്നപ്പോഴത്തേനും അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞ പുറത്തു പാണ്ഡവുമായി തൻ്റെ കൂട്ടത്തിലുണ്ടായ ആൾ ആ തീരത്ത് അണഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാളോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ നുണ പറഞ്ഞത്? താങ്കൾ ഞങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ലല്ലോ, എന്തിനു വേണ്ടി നുണ പറഞ്ഞത്? അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് സത്യത്തിൽ നീന്തൽ അറിഞ്ഞുകൂടാ, സത്യത്തിൽ എനിക്ക് നീന്തൽ അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഈ പുറത്ത് കിടക്കുന്ന ഭാണ്ഡമുണ്ടല്ലോ, ഈ ഭാണ്ഡത്തിൽ സ്വർണ്ണ നാണയങ്ങളാണ്. ഇത് എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട്, കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ശേഖരിച്ച് കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങളാണ്. ഇത് ഞാൻ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചെങ്കിലേ, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിന് കരുതലിൽ വീഴും, അവൾക്കൊരു ജീവിതം ഉണ്ടാകില്ല. ആ ഒരു ലക്ഷ്യം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഞാൻ നീന്തൽ അറിയില്ലെങ്കിലും എൻ്റെ കൈകാലുകളിട്ട് എനിക്കറിയാവുന്ന വിധത്തിൽ അടിച്ച് ഞാൻ തീരത്തടഞ്ഞു. സഹോദരങ്ങളെ, നിത്യതയുടെ തീരത്ത് നിന്നുകൊണ്ട് നോക്കാമെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല കഷ്ടതകൾക്കും അർത്ഥമുണ്ട്. നിത്യതയുടെ തീരത്തിരുന്ന് നോക്കാത്തത് കൊണ്ടാണ് ചില ദൈവമക്കൾ ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം പോയി നടക്കുന്നത്. നിത്യതയുടെ തീരത്തിരുന്ന് നോക്കാത്തത് കൊണ്ടാണ് ചിലരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണവന്മാരുടെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് കാരണവന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യതയുടെ തീരത്തിരുന്ന് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്തു പോയ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളാണ് നമ്മളുടെ മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണങ്ങളെന്ന് വിധി എഴുതുന്നത്. അതല്ല പ്രധാനപ്പെട്ട കാരണം. ഗലാത്യർ 3:13, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നതുകൊണ്ട് നിങ്ങളുടെ മേലുള്ള സകല ശാപവും അവൻ ഏറ്റെടുത്തു. ക്രിസ്തുവിനെ ഏറ്റെടുത്തിരിക്കുന്ന, ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരാളും പിന്നെ ശാപത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ നിത്യതയുടെ തീരത്തിരുന്ന് നോക്കണം. നിത്യയുടെ തീരത്തിരുന്ന് നോക്കുമ്പോൾ നമ്മൾ നടന്നു വന്ന മുള്ളുകൾ പോലും നമുക്ക് പുഷ്പങ്ങളായി അനുഭവപ്പെടും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് പോലും, ഏതൊരു വിപരീതമായ കഷ്ടതയ്ക്ക് പോലും യഥാർത്ഥത്തിലുള്ളൊരു അർത്ഥം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന്.